എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എങ്ങനെ പോകുന്നു വീക്ക്? പകുതി വീക്ക് വല്ലവിധനം കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ സാധിച്ചില്ല കേട്ടോ, കുറച്ച് തിരക്കിൽ പെട്ടുപോയി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് തന്നെ നോക്കാം. ഇന്നലെ രാത്രി അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങളുമായി എത്രത്തോളം റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി സ്വയം റെസനേറ്റ് ആവാൻ ശ്രമിക്കരുത് കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റിനായിട്ട് ഈ വീഡിയോ കാണാവുന്നതാണ് കേട്ടോ. ഓവറായിട്ട് ഈ റീഡിംഗ് മനസ്സിലേക്ക് എടുത്ത് ടെൻഷൻ ആവുകയോ ഓവറായിട്ട് സന്തോഷിക്കുകയോ ഒന്നും പാടില്ല. ന്യൂട്രലായിട്ട് കാണുക കേട്ടോ. കാരണം ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാക്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് 2 ദിവസം കൂടെ പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ്. ഞാൻ നമ്പർ ഇതിൽ വീഡിയോയിൽ കൊടുത്തേക്കാം, സ്ക്രീനിൽ കൊടുത്തേക്കാം. 18th മുതൽ ഒരു 1 വീക്ക് ഞാൻ അവൈലബിൾ ആയിരിക്കില്ല. ഞാൻ നെക്സ്റ്റ് അവൈലബിൾ ആവുന്ന സമയത്ത് ഞാൻ നമ്പർ വീണ്ടും സ്ക്രീനിലിട്ടേക്കാം കേട്ടോ. വീഡിയോസ് കഴിയുന്നത് ഞാൻ പോസ്റ്റ് ചെയ്യും. നോക്കട്ടെ, ഒരു ചെറിയ ട്രാവലിങ്ങിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, തുടങ്ങാം നമുക്ക്. നമഃശിവായ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ മുഖം ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ്, ഇന്നലെ രാത്രി അവർ എന്താണ് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് ആലോചിച്ചിരുന്നത്, ഓർത്തിരുന്നത് എന്ന് ചിന്തിച്ചിരുന്നത് എന്ന് പറഞ്ഞു തരൂ. പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു? ഇന്നലെ അവർ എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്താണ് ചിന്തിച്ചിരുന്നത്? Five of Swords, okay. 6 of Cups, Star, Lovers, okay. തോട്ട്സിലും ഇതിലൊക്കെ ലവേഴ്സും സ്റ്റാറും എന്തായാലും ഡെയിലി വരാറുണ്ട്. 4 of Pentacles, ഈ കാർഡ് കൂടെ പുറത്തേക്ക് വന്ന് അതും കൂടെ അങ്ങ് എടുക്കാം. Hanged Man, King of Wands, 8 of Cups, okay. Knight of Pentacles, 10 of Wands, Ace of Pentacles, King of Swords, bottom of the deck വന്ന് 7 of Cups. ക്ലാരിഫൈ ചെയ്ത് നമുക്ക് പറഞ്ഞു പോകാം കേട്ടോ. ക്ലാരിഫൈ 5 of Swords. എന്തുകൊണ്ടാണ് 5 of Swordsൻ്റെ എനർജി ഇവിടെ വന്നത്? ഡിവൈൻ, എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തോട്ട്സിൽ 5 of Swordsൻ്റെ എനർജി വന്നതെന്നൊന്ന് പറഞ്ഞു തരൂ. ലവേഴ്സ് തന്നെയാണ് വന്നത്. അവിടെ പേജ് ഓഫ് സ്വാർഡ്സ് ആൻഡ് എംപറർ. അവിടെ എന്താ വെച്ചാൽ പാരൻ്റൽ അപ്രൂവലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ പേഴ്സൺ ഒരു സ്റ്റുഡൻ്റ് ഒക്കെ ആയിരിക്കാം, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവരുടെ പാരൻസിന് ഡിപ്പെൻഡൻ്റ് ആണ് ഈ സമയത്ത്. അതുകൊണ്ട് പാരൻസിൻ്റെ ആ ഒരു സമ്മതത്തിന് വേണ്ടിയിട്ട്, എസ്പെഷ്യലി അച്ഛൻ്റെ സമ്മതത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഫൈനൽ തീരുമാനം എടുക്കാനൊന്നും നമുക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ ചിന്തിക്കുകയാണ്, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട്, ഈ ഒരു കാര്യം കഴിഞ്ഞിട്ട് ജോലിയൊക്കെ സെറ്റിലായതിനു ശേഷം ഇവർക്ക് ഇവരുടെ പാരൻറ്റിൻ്റെ അടുത്ത് കാര്യം അവതരിപ്പിക്കണം. അപ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും
അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ. അച്ഛൻ്റെ അടുത്ത് അച്ഛൻ അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ? അങ്ങനെ ചിന്തിക്കുന്നതായിട്ട് മാത്രമേ അവിടെ കാണുന്നുള്ളൂ കേട്ടോ. നമ്മൾ അപ്രൂവ് ചെയ്യോ ചെയ്യില്ലേ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരില്ലേ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അതിനെക്കുറിച്ച് ഇങ്ങനെ തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെ പ്രതി വളരെ സ്നേഹവുമാണ്. ഇപ്പോൾ ഇവരാലോചിക്കേണ്ടത് നിങ്ങളുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെയാണ്. അപ്പം അത് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുമോ, അച്ഛൻ മനസ്സിലാക്കുമോ, അല്ലെങ്കിൽ അച്ഛനെന്ന് മാത്രം എടുക്കണ്ട, പാരൻസ് എന്ന് തന്നെ എടുത്തോളൂ. പാരൻസ് സമ്മതിക്കുമോ? അവിടെ ചിലപ്പോൾ കാസ്റ്റ്, കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒക്കെ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുമായിരിക്കും നിങ്ങളുടെ ഇടയിൽ. അപ്പം അതൊക്കെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ സമ്മതിച്ച് തരുമോ, ഇവരെ സമ്മതിപ്പിച്ച് നമുക്ക് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ക്ലാരിഫൈ. 6 ഓഫ് കപ്സ് വെച്ചിട്ട് ഓൾറെഡി അവരൊരു നൊസ്റ്റാൾജിക് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും ഒക്കെയാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഒരുപാട് കാലത്തെ ബന്ധമായിരിക്കണം, വെച്ചാൽ അത്രയും അടുത്ത് അറിയാവുന്ന ആൾക്കാരായിരിക്കണം. ഒരുപാട് അടുപ്പം നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ക്ലാരിഫൈ 6 ഓഫ് കപ്സ്. ക്ലാരിഫൈ 6 ഓഫ് കപ്സ്. ഒരുപാട് ഹാപ്പി മെമ്മറീസ് ഒക്കെ നിങ്ങൾക്കുണ്ട് എന്നുള്ള രീതി. ജസ്റ്റിസ്. ഓക്കെ, 3 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 9 ഓഫ് സ്വാർഡ്സ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, കേസ് നടക്കുന്നുണ്ട്. ഓക്കെ, സ്ട്രെസ്ഡ് ആയിട്ട് ഇവർ അതിനെക്കുറിച്ചും ആലോചിക്കുന്നതായിട്ടാണ്. അവിടെ ഒരു സെറ്റിൽമെൻ്റ് ആയിട്ടില്ല, കേസ് ഇവർ ആലോചിക്കുന്നുണ്ട്. സെപ്പറേഷൻ കേസ് ആയിരിക്കാം, എന്തോ ഒരു കേസ് എന്തായാലും. പക്ഷെ തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ് ആ കേസിൽ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് ഇവർ സ്ട്രെസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒപ്പം തന്നെ നിങ്ങളെ നൊസ്റ്റാൾജിക് ആയിട്ട് ആലോചിക്കുന്നുണ്ട്. കാരണം ഈ കേസിൻ്റെ സെറ്റിൽമെൻറ്റ് ആയതിനു ശേഷം മാത്രമേ ഇവർക്ക് നിങ്ങളുടെ റിലേഷനിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ ഇവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ട കേസിനെ കുറിച്ചും അതേസമയം തന്നെ ആലോചിക്കുന്നതായിട്ട് കാണുന്നു. ഇത് എങ്ങനെയാവും, എങ്ങോട്ട് ആണ് ഈ കേസ് പോവുക എന്നൊക്കെ ഒരു സിറ്റുവേഷൻ വരുമല്ലോ, അതിനെക്കുറിച്ച് ഇവർ ആലോചിക്കുന്നതായിട്ട് കാണുന്നു. ക്ലാരിഫൈ ദ സ്റ്റാർ. ക്ലാരിഫൈ ദ സ്റ്റാർ. ക്ലാരിഫൈ ദ സ്റ്റാർ. എംപ്രസ്. ഗുഡ്. മജീഷ്യൻ. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. അവിടെ ഇവരുടെ ലൈഫിലുള്ള ഒരു പ്രകാശം എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഹോപ്പാണ്, ലക്കി ചാമാണ്, എല്ലാമാണ്. നിങ്ങളെ പ്രതി ഒരു ഹൈലി അട്രാക്റ്റഡ് ആണ്. കാരണം നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു എംപ്രസ് സാന്നിധ്യമാണ് എന്ന് തന്നെ ഇവർ കുറച്ച് വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങൾ വന്നതിന് ശേഷം അവരുടെ ലൈഫിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കൊടുത്ത കെയർ, സ്നേഹമൊന്നും ഇവർ വേറെ ആരുടെയും അനുഭവിച്ചിട്ടില്ല. നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് അവരുടെ ലൈഫിലില്ല. നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇവർ തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുമായ ഒരു കുടുംബ ജീവിതം തുടങ്ങണം, ഒരു പുതിയ തുടക്കം വേണം, ഒരു റൊമാൻറ്റിക് ബിഗിനിങ് വേണം, ഒരു നല്ല ജീവിതം നിങ്ങളുമായി ഉണ്ടാക്കിയെടുക്കണം, നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ തോട്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ കാണാനും നല്ല ഒരാളായിരിക്കണം. എന്തായാലും ഇവരുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം ആ ഒരു ഭയങ്കര സ്നേഹത്തോടെയും അട്രാക്ഷനോടും കൂടി എന്താ പറയുക, അത്രയും കെയറോടുകൂടി, സ്നേഹത്തോടുകൂടി, റെസ്പെക്റ്റോടു കൂടിയാണ് നിങ്ങളെക്കുറിച്ച് ഇവരാലോചിച്ചിരുന്നത്. ഓക്കെ, ക്ലാരിഫൈ. ലവേഴ്സ്. അവിടെ പ്രത്യേകിച്ച് പറയണോ, സ്നേഹത്തോടെയാണ് നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിരുന്നത്. ക്ലാരിഫൈ ദ ലവേഴ്സ്. ഓക്കെ, 8 ഓഫ് വാൻഡ്സ്. ഗുഡ്. നൈറ്റ് ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് വാൻഡ്സ്. ഓക്കെ, ഇവർക്ക് ആക്ച്വലി നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതിനെ പറ്റിയിട്ട്, കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ, പാഷനേറ്റ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് ഇവർ ആലോചിച്ചിരുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ട് ഇവർക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നുണ്ടായിരുന്നു. ദേ വാണ്ടഡ് ടു ടോക്ക്. നിങ്ങളോട് വിളിച്ച് സംസാരിക്കണം, അവരുടെ സ്നേഹം അറിയിക്കണം, കുറച്ച് പാഷനേറ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളോട് സംസാരിക്കണം എന്നവർ വിചാരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അതിൽ കൂടുതൽ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്.
അങ്ങനെയുള്ളൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. ഇവർക്ക് കൂടുതൽ സ്നേഹത്തോടൊപ്പം തന്നെ അട്രാക്ഷൻ തോന്നുന്നു, ഓവറായിട്ട് അട്രാക്ഷൻ തോന്നുന്നുണ്ടായിരുന്നു നിങ്ങളോട്. ഒരു പക്ഷേ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഇൻറ്റിമേറ്റ് മൊമെൻറ്റ്സ് ഒക്കെ ഓർക്കുന്നുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കണമെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. ഓക്കെ, ക്ലാരിഫൈ 4 of Pentacles, clarify 4 of Pentacles, clarify 4 of Pentacles. പൊസസീവ്നെസ് അങ്ങനെയൊക്കെ ആണ് 4 of Pentacles വെച്ചിട്ട്. കിങ് ഓഫ് കപ്സ്, ഓക്കെ, മൂൺ ആൻഡ് 6 of Swords. അവിടെ ദൂരെ ആണ് നിങ്ങളുടെ പേഴ്സൺ, ലോങ് ഡിസ്റ്റൻസിലാണ്, മിസ് ചെയ്യുന്നതായി കാണുന്നു, ഇൻസെക്യൂർ ആയിട്ടും ഫീൽ ചെയ്യുന്നു. ദൂരെ ഇരുന്ന് നിങ്ങളുടെ DP എന്തെങ്കിലും കണ്ടു കാണും, നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തതോ സോഷ്യൽ മീഡിയയിൽ വല്ലതും പോസ്റ്റ് ചെയ്തതോ എന്തെങ്കിലും കണ്ടു കാണും. അവിടെ ഒരു ഇൻസെക്യൂരിറ്റി തോന്നുകയാണ്. കാരണം ഒരുപാട് സ്നേഹമാണ്, കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് ഭയങ്കര സ്നേഹമാണ് നിങ്ങളുടെ അടുത്ത്. അതുകൊണ്ട് തന്നെ മിസ്സിങ്ങുമാണ്, ലോങ് ഡിസ്റ്റൻസും ആണല്ലോ. അപ്പോൾ അവിടെ ഇരുന്ന് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടും, ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും പിക്ചർ എന്തെങ്കിലും ഇട്ടതിൽ വേറെ ആരുടെയെങ്കിലും ഒരു സാന്നിധ്യം ഇവർക്ക് ഫീൽ ചെയ്തതാണ്. അത് കണ്ടിട്ട് കുറച്ച് ഇൻസെക്യൂർ ആവുന്നതായിട്ടും, ഒരു എന്താ പറയുക, ജെല്ലസ് ആവുന്നതായിട്ട്, അസൂയപ്പെടുന്നതായിട്ടും, കുറച്ച് പൊസസീവായിട്ട് ചിന്തിക്കുന്നതായിട്ടും ഒക്കെയാണ് കാണുന്നത്. അങ്ങനെ ഒരു ഫീലിംഗ്, ഒരു വിഷമവും സങ്കടവും, അവരെന്തിനാ അവരോട് സംസാരിച്ചേ, അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് വരുമല്ലോ. കുറച്ച് പൊസസീവ്നെസ്, അത് നാച്ചുറലി ലവ് ഉള്ളപ്പോൾ പൊസസീവ്നെസ്സും നമുക്ക് വരും അല്ലേ, പൊസസീവായിട്ട് നമുക്ക് തോന്നും. എസ്പെഷ്യലി ദൂരെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പൊസസീവായിട്ട് തോന്നും അല്ലേ. അപ്പം അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. അയ്യോ, നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യം, ഇത് പ്രോപ്പർ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും കേട്ടോ. അതായത് ഈ ചിന്തകളൊക്കെ വരുന്നത് പ്രോപ്പർ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും, തുറന്ന് പറഞ്ഞവരൊക്കെ തന്നെ ആയിരിക്കും ഇത്. ക്ലാരിഫൈ ദ ഹാൻഡ് മാൻ. Tower, 10 of Wands, ഓക്കെ, 2 of Swords. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്, ക്രോസ് റോഡ് സിറ്റുവേഷൻ ആണ്. അവിടെ ആ സിറ്റുവേഷനിൽ അവർ ടോട്ടലായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ബേർഡൻ ഫീൽ ചെയ്യുന്നുണ്ട്, മാനസികമായിട്ട് വല്ലാത്ത വിഷമവും വേദനയും എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. ടവർ മൂവ്മെൻ്റ് ആണ് അവിടെ. ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, ടോട്ടൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കണം. അവിടെ ക്രോസ് റോഡിൽ നിൽക്കുന്നതായിട്ടാണ്, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് അറിയാതെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ജഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ടവർ മൂവ്മെൻ്റ് തന്നെയാണ്. ഇവരുടെ ഭാഗത്തുനിന്ന് കോണ്ടാക്റ്റ് വരാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇപ്പോഴൊരു തീരുമാനം എടുത്തിട്ടില്ല. എന്ത് സിറ്റുവേഷനിലാണോ അവർ സ്റ്റക്കായി നിൽക്കുന്നത് നിങ്ങൾക്കറിയായിരിക്കും. ആ സിറ്റുവേഷനിൽ അവർ ടോട്ടലി സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ക്ലാരിഫൈ കിങ് ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ കിങ് ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ കിങ് ഓഫ് വാൻഡ്സ്. Three of Wands, death and world. അവിടെ ദൂരെ ഇരുന്ന് ലോങ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസിൻ്റെ 2 കാർഡാണ് വന്നിരിക്കുന്നത്. വേൾഡും 3 of Wandsഉം വന്നിട്ടുണ്ട്, കിങ് ഓഫ് വാൻഡ്സും വന്നിട്ടുണ്ട്. കിങ് ഓഫ് വാൻഡ്സ് വെച്ചിട്ട് സ്നേഹം, അട്രാക്ഷൻ ഒക്കെ തന്നെയാണ്. നിങ്ങളുമായി ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നു. ലോങ് ഡിസ്റ്റൻസിലാണ്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസിലാണ്. ചിലർക്കെങ്കിലും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അവിടെ ഡിസ്റ്റൻസ് ആണ് കൂടുതലായിട്ടും ഒരു ഇഷ്യൂ ആയിട്ട് കാണുന്നത്. അവിടെ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം എന്നൊക്കെ തന്നെ ഇവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നതിനെ പറ്റിയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കാര്യം ഇവർ ആലോചിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളെ വന്ന് കാണണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നതായിട്ടും ആ ഒരു ട്രാവലിൻ്റെ കാര്യം ഇവർ പ്ലാൻ ചെയ്യുന്ന. 3 of Wands ഒരു പ്ലാനിങ്ങിൻ്റെയും കൂടെ കാർഡാണ് കേട്ടോ, ഭാവി പ്ലാൻ ചെയ്യുന്നതിൻ്റെയും കൂടെ ഒരു കാർഡാണ്. അപ്പോൾ ആ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നതായിട്ടും നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ചിന്തിക്കുന്നതും ആയിട്ടും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ സ്പൗസോ ലവറോ ആരെങ്കിലും ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ, എബ്രോഡൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ലീവിന്
വരുന്നുണ്ടാവും നിങ്ങളെ കാണാനും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പ്ലാനിങ്ങിൻ്റെ കാർഡായിരിക്കാം. കേസ് ബൈ കേസ് എടുത്തോളുക കേട്ടോ. ചിലർക്ക് ഒരു തേർഡ് പാർട്ടിയുടെ പ്രസൻസ് അവിടെ ഉണ്ട്, എല്ലാവർക്കും ഒന്നല്ല. ക്ലാരിഫൈ 8 ഓഫ് കപ്സ്. കേസ് ബൈ കേസ് എടുത്തോളണം കേട്ടോ. ക്ലാരിഫൈ 8 ഓഫ് കപ്സ്. ക്ലാരിഫൈ 8 ഓഫ് കപ്സ്. ഓ, 10 ഓഫ് സ്വാർഡ്സ്, 3 ഓഫ് സ്വാർഡ്സ്. ഓക്കെ, ഓ, ആൻഡ് 9 ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെ ഈ പേഴ്സൺ കുറച്ച് സെൽഫിഷായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ടും നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് വേദന ഒക്കെ തന്നിട്ട് ഇവർ സ്വന്തം കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ട്, അതായത് നിങ്ങളുടെ ഫീലിങ്സ് ഇവർ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ തിരിഞ്ഞു നിൽക്കുന്നതായിട്ട് അങ്ങനെയാണ് കാണുന്നത്. ഇപ്പം സ്വന്തം കാര്യത്തിൽ കുറച്ച് കൂടുതലായി സെൽഫിഷ്നെസ് എന്ന് പറയില്ലേ, സെൽഫിഷായിട്ട് കുറച്ച് സെൽഫ് സെൻറ്റേർഡായിട്ട് കുറച്ച് സ്വന്തം കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് വരുന്നതായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് വേദന നിങ്ങൾക്ക് തരുന്നതായിട്ടും ഒരു പക്ഷേ നിങ്ങളിൽ നിന്നൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ എത്തിയിരിക്കുന്നതായിട്ടും കാണുന്ന ഒരു സിവിയർ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഇപ്പോൾ സ്വന്തം കാര്യത്തെക്കുറിച്ചാണ്, സെൽഫ് സെൻറ്റേർഡായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇതിൽ ഇപ്പോൾ ഈ 2 ഗ്രൂപ്പിൽ, അതായത് ഈ ടവർ വന്ന അവിടെയും ഈ ഗ്രൂപ്പിലും അവർ ഒരു സെപ്പറേഷനെ പറ്റി തന്നെയാണ് ചിന്തിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ ഇവർ ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് നിങ്ങളെ കാണാൻ ഉള്ള ആലോചനയിലാണ്. ഇവിടെ മിസ്സിങ് എനർജിയാണ് എന്ന് കൂടുതലായിട്ടും കാണുന്നത്. ഈ 2 ഗ്രൂപ്പുകാർക്ക് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനാണ് കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. വേറൊരു ഡെക്ക് എടുക്കട്ടെ. Please clarify Knight of Pentacles. Please clarify Knight of Pentacles. Queen of Swords. Okay. 9 of Swords. 7 of Swords. Okay. ഇവിടെ ഈഗോ ആണ് ഏറ്റവും പ്രശ്നമായിട്ട് കാണുന്നത്. ഒന്നുകിൽ നിങ്ങളുമായിട്ട് ഇവർ വഴക്കിട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് ഇവർ വഴക്കിട്ടിട്ടുണ്ട്. ആ വഴക്കിട്ടത് കൊണ്ട് ഒരു സെപ്പറേഷൻ, ഇപ്പോൾ ഒരു ബ്ലോക്കേജ് നിങ്ങളെ ഒരു പക്ഷെ ബ്ലോക്ക് ചെയ്ത് കാണണം. വഴക്കിട്ടത് നിങ്ങളായിരിക്കാം, അവരായിരിക്കാം. ഓക്കെ, എന്ത് തന്നെ ആയാലും ഇതിൻ്റെ ഇടയിൽ ഒരു ബ്ലോക്കേജ് വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നില്ല ഇപ്പോൾ. അതിനെക്കുറിച്ച് ഇവർ സ്ട്രെസ്ഡാണ്. അപ്പോൾ ഒരുപക്ഷെ ബ്ലോക്ക് ചെയ്തത് നിങ്ങളായിരിക്കാം. അപ്പോൾ ഇവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾ ദേഷ്യത്തിൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നു. അതിനെക്കുറിച്ച് ഇവർ കുറച്ച് സ്ട്രെസ്ഡായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ബ്ലോക്കേജ് മാറുമോ, വരുമോ എന്ന്. അപ്പോൾ വൈസ് വേഴ്സയും എടുത്തോളുക. ഓക്കെ, അവിടെ നിന്നാണ് ബ്ലോക്ക് ആയിരിക്കുന്നെങ്കിൽ ഇത് നിങ്ങളുടെ ഇപ്പോൾ ഉള്ളതായിരിക്കണം. അല്ല, ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ അവർ ഭയങ്കര സ്ട്രെസ്ഡായിട്ട് ഇതെങ്ങനെ പ്രശ്നം സോൾവ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷനിൽ എത്താൻ പറ്റും എന്നുള്ളത് അവർ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനെ ഒരു പാലമിട്ട് എങ്ങനെ തരണം ചെയ്യാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. ഓവർ സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ രാത്രി മുഴുവൻ എണീറ്റിരുന്ന് ഇതിനെപ്പറ്റി ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഈ ക്വീൻ ഓഫ് സോർട്സിൻ്റെ എനർജി കാരണം ഓവർ പ്രാക്ടിക്കാലിറ്റി, ഈഗോ പ്രശ്നം, ദേഷ്യം, അതൊക്കെ കാരണം നിങ്ങളുടെ ഇടയിലുള്ള എനർജി, ലവിൻ്റെ എനർജി കുറയുന്നതായിട്ട് കാണുന്നു. പക്ഷെ ഇവർക്ക് തീവ്രമായ ആഗ്രഹമുണ്ട് ആ ഒരു ഗ്യാപ്പ് തരണം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തണം, ഈ പ്രശ്നം സോൾവ് ചെയ്യണം എന്നായിരുന്നു ഇവർ ആലോചിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ബ്ലോക്ക് മാറ്റില്ലേ, സംസാരിക്കാൻ കഴിയില്ലേ എന്നൊക്കെ ഇവർ വളരെ സ്ട്രെസ്ഡായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ 10 of Wands. Clarify 10 of Wands. Clarify 10 of Wands. Wheel of Fortune. 3 of Swords. Oh, okay. Queen of Cups. ഇവർ നിങ്ങൾ ഇടയിൽ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ അവർ ഭയങ്കര ഇമോഷണലായിട്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആണ്.
ഓക്കെ, ഇത് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ബ്ലോക്കേജ് ആണ് കേട്ടോ. നിങ്ങൾ അവരെ ബ്രേക്കപ്പ് ആക്കിയതായിരിക്കണം, നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചതായിരിക്കണം. അവിടെ അവർ ഭയങ്കര ഇമോഷണലായിട്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതായിട്ട് കാണുന്നു. ഈ സമയം മാറി വരും. നിങ്ങൾ അവരുടെ സ്നേഹം മനസ്സിലാക്കി അവരെ അക്സെപ്റ്റ് ചെയ്യും, അവരുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു കേട്ടോ. അതിന് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചിരുന്നത്. എന്തോ ഒരു കാരണവശാൽ നിങ്ങളുടെ ഇടയിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇവർ ഹൈലി ഇമോഷണലായിട്ട് വളരെ വേദനയോടെയും സങ്കടത്തോടെയും സ്നേഹത്തോടെയൊക്കെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നവർക്ക്. ഭയങ്കര ബേർഡൻ ഫീൽ ചെയ്യും, നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ച പോലെ തോന്നില്ലേ, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയം മാറി വരും, നിങ്ങൾ അവരുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അവർ നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നത്. ക്ലാരിഫൈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത് അല്ലേ, മിക്സ്ഡ് എനർജി ആയിട്ടാണ് അവിടെ നമുക്ക് കണക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നൈറ്റ് ഓഫ് സ്വാർഡ്സ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കേട്ടോ. നൈറ്റ് ഓഫ് സ്വാർഡ്സ്, 6 ഓഫ് കപ്സ്, 9 ഓഫ് കപ്സ്. അവിടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് കാണുന്നത്. ദൂരെ ആയിരുന്നിരിക്കണം, അവിടെ നൈറ്റ് ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നു, ഒരു പുതിയ തുടക്കവുമായിട്ട്. കാരണം നിങ്ങളെ ഭയങ്കരമായിട്ട് ഓർക്കുന്നുണ്ടായിരുന്നു. 6 ഓഫ് കപ്സ് മിസ്സിങ് എനർജിയാണ്. എന്താ പറയുക, ഒരു സോൾ കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ നൊസ്റ്റാൾജിക് ആയിട്ടാണ്, ഒരുപാട് ഓർമ്മകൾ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലുണ്ട്. അതെല്ലാം ഓർത്ത് ഇവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. വരുന്ന കാര്യത്തെക്കുറിച്ച് ഇവർ ചിന്തിക്കുമായിരുന്നു. നിങ്ങളുടെ ഓർമ്മകൾ തന്നെ ആയിരുന്നു. നിങ്ങളുടെ ആ പ്രഷ്യസ് മൂമെൻറ്റ്സ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഇവർ തുടർച്ചയായിട്ട് ചിന്തിക്കുന്നതായിട്ടും നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണം, ഒരു പുതിയ തുടക്കവുമായി നിങ്ങളുമായിട്ട്. ഒരു പുതിയ തുടക്കം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫാമിലി തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് വേണം, ഒരു തീരുമാനമെടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തന്നെയായിരുന്നു ഇവർ ആലോചിച്ചുകൊണ്ടിരുന്ന. ഒരു പക്ഷേ ഓൾറെഡി വരുന്നുണ്ടായിരിക്കും, വരുന്ന കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കാണും. ക്ലാരിഫൈ കിങ് ഓഫ് സോർട്സ്. ക്ലാരിഫൈ കിങ് ഓഫ് സോർട്സ്. കിങ് ഓഫ് സോർട്സ്. ലവേഴ്സ്. ഓക്കെ, കിങ് ഓഫ് സോർട്സിന് ലവേഴ്സാ, കൊള്ളാലോ. 4 ഓഫ് വാൻഡ്സ്. ഓക്കെ, 10 ഓഫ് കപ്സ്. അവിടെ ചെറിയ പിണക്കൊക്കെ ആയിരുന്നു. നിങ്ങളുടെ പേഴ്സൺ ഇച്ചിരി ഓവറായിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഇടയിൽ കുറച്ചൊരു ഇടയിലൊരു വഴക്കോ എന്തെങ്കിലും കുറച്ച് കൺട്രോളിങ് ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. ചെറിയ വഴക്ക് വല്ലതും ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ ഉള്ളിൽ ഒരുപാട് സ്നേഹമാണ്. അവിടെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം. ഒരു അത് അവർ ഓവർകം ചെയ്തു, ആ ഒരു ഈഗോ ഇഷ്യൂ അവർ ഓവർകം ചെയ്യുന്നതായിട്ടും. അങ്ങനെ ഇരുന്നാൽ പറ്റില്ല. കാരണം ഇവർക്ക് മനസ്സിലായി നിങ്ങൾ അവരുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ വേണം എന്നുള്ളത് അവർക്ക് അറിയാം. നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവർ തീരുമാനിക്കുന്നു ഒരു കുടുംബമായി മുന്നോട്ട് പോകാം. ഇവർക്ക് നിങ്ങളില്ലാതെ ഒന്നും പറ്റില്ല. എന്ത് പ്രാക്ടിക്കാലിറ്റി പറഞ്ഞാലും എന്ത് ഈഗോ പ്രശ്നം പറഞ്ഞാലും ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളില്ലാതെ ഒരു ലൈഫൊന്നും ഇവർക്ക് പോസിബിൾ അല്ല എന്നുള്ള കാര്യം. അവിടെ അവർ ഒരു പ്രപ്പോസൽ, ഒരു കല്യാണം, അങ്ങനെയൊക്കെ തന്നെ ഒരു സ്റ്റേബിൾ ഫാമിലി ആയിട്ട് നിങ്ങൾ അവരുടെ കുടുംബത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. അവിടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ്. പ്രോപ്പറായിട്ട് തന്നെ ഒരു കല്യാണം എല്ലാമായിട്ട് കുടുംബവുമായി നിങ്ങളെ അപ്രോച്ച് ചെയ്യാം. നിങ്ങളുടെ വീട്ടിലേക്ക് ആലോചനയൊക്കെ ആയിട്ട് പ്രോപ്പറായിട്ട് അവരുടെ ഫാമിലിയിൽ നിന്ന് ഒരു ആലോചനയൊക്കെ ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പ്രോപ്പർ ഒരു ആലോചനയൊക്കെ ആയിട്ട് വരാം. ഒരു സ്റ്റേബിൾ ഫാമിലി ആയിട്ട് നിങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്നവർ ചിന്തിക്കുന്നു. ഒരു പക്ഷേ ചിലരെങ്കിലും ഒരു പ്രപ്പോസലൊക്കെ ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരും, ഫാമിലിയൊക്കെ ആയിട്ട്. ഓക്കെ, അങ്ങനെ തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. കാരണം ഇവർക്ക് ഒരുപാട് സ്നേഹമാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് ഭയങ്കര ഈഗോ ആണ്, ഇവർക്ക് സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നുന്ന മാതിരി പെരുമാറ്റമായിരിക്കും ഇവരുടെ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്ന് 7 ഓഫ് കപ്സ് ആയിരുന്നു. ക്ലാരിഫൈ 7 ഓഫ് കപ്സ്. ക്ലാരിഫൈ 7 ഓഫ് കപ്സ്. Clarify 7 of cups. King of cups, Queen of wands, okay, and Knight of cups.
ചിലരെങ്കിലും ഒരുപാട് എന്താ പറയുക കാര്യങ്ങളിൽ പെട്ടിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ നിൽക്കുകയായിരുന്നിരിക്കും. കൺഫ്യൂസ്ഡ് ആയിരുന്നു അവർ. അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. അതിനി എങ്ങനെ മുന്നോട്ട് പോകും എന്നൊന്നും അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ ഹാങ്ങിങ്ങിൽ ഇട്ട് കാണും. കാരണം ഒരു ഉറച്ച തീരുമാനം പറയാതെ ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് എനിക്കുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവരങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളെപ്പറ്റി ഒരുപാട് സ്നേഹത്തോടെയും അട്രാക്ഷനോടെയും ചിന്തിക്കുന്നതായിട്ടും, കാരണം അവർക്ക് മനസ്സിലായി അവർക്ക് നിങ്ങളോട് സ്നേഹമാണ് എന്നുള്ളത്. നിങ്ങളുടെ അടുത്ത് ഒരു സോറിയൊക്കെ പറഞ്ഞ്, അതായത് നിങ്ങളെ വിഷമിപ്പിച്ചതിന് നിങ്ങളോട് സോറിയൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും കാണുന്നു. അതിനെപ്പറ്റി അവർ ചിന്തിക്കുകയാണ്. നിങ്ങളെ അപ്രോച്ച് ചെയ്യണം, സംസാരിക്കണം, അവർക്ക് നിങ്ങളോട് ഇഷ്ടമാണ്, സ്നേഹമാണ് എന്ന് നിങ്ങളുടെ അടുത്ത് പറയണം, ഒരു മാപ്പ് അപേക്ഷിക്കണം എന്നൊക്കെ തന്നെ ചിന്തിച്ച് ആണ് അതിനെക്കുറിച്ചായിരുന്നു ഇവർ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെ തീരുമാനിച്ചതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, വേണേ ഒരു 2-3 കാർഡ് ഇവിടെ എടുക്കാം. ഗിവ് മീ സം മോർ കാർഡ്സ്. ഇവരുടെ തോട്ട്സിനെ പറ്റിയിട്ട് 2-3 കാർഡ് ഇവിടെ തരൂരിവേ. 6 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണമെന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സ്നേഹം തന്ന സ്നേഹം കൈപറ്റണം എന്ന് തന്നെ ഇവർ വിചാരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, വേറെന്താണ്? 3 ഓഫ് വോൺസ്. ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഇരിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, തീവ്രമായിട്ട് നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുന്നതാണ് അവിടെ കാണുന്നത്. വീണ്ടും മജീഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നു. തുടർച്ചയായിട്ട് ചിന്തിച്ച് നിങ്ങളവിടെ മാനിഫെസ്റ്റ് ആവുകയാണ് അവരുടെ ലൈഫിൽ കേട്ടോ. 2 ഓഫ് കപ്സ്. ഒരു റീയൂണിയനെ പറ്റി അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ലോങ് ഡിസ്റ്റൻസിലായിരുന്നെങ്കിൽ ഒരു റീയൂണിയൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് അവർ ആലോചിച്ചിരുന്നത്. നിങ്ങളെ കാണണം, സംസാരിക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഇവർ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ടായിരുന്നു. നൈറ്റ് ഓഫ് വോൺസ് വീണ്ടും കൺഫർമേഷനാണ്. നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനെ പറ്റിയിട്ട് തന്നെ ഇവർ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു. 4 ഓഫ് പെൻറ്റക്കിൾസ്. മിസ്സിങ് എനർജിയാണ്. ഒരുപാട് മിസ്സിങ് എനർജിയിൽ നിങ്ങളെക്കുറിച്ച് തുടർച്ചയായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, എന്തൊക്കെ തന്നെ ആയാലും ദൂരെ ഒക്കെ ആണെങ്കിൽ യാത്ര ചെയ്ത് മാത്രമേ നിങ്ങളെ വന്ന് കാണാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ അതുവരെ ഒരു മിസ്സിങ് എനർജി തന്നെയാണ് നിങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ ഒരുപാട് മിസ്സിങ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പോരെ ഇത്രയും. അപ്പം മെസ്സേജസ് ഞാൻ ചാനലിൻ്റെ മെസ്സേജസ് രാവിലത്തെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, അത് പോയി കണ്ടോളൂ കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ വലിച്ചു നീട്ടുന്നില്ല വീഡിയോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ രാത്രി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ റെസനേറ്റ് ആവുന്നോ അത് മാത്രം എടുക്കുക കേട്ടോ, ബാക്കി അങ്ങ് വിട്ട് കളയുക. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഹൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ. വേറെ എന്താണ്? പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ, നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. അതുപോലെ അടുത്ത് തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവരും ശാന്തമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ഉടനെ തന്നെ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗോഡ് ബ്ലെസ്. ബൈ.